കേസ് മെന്റർ. നമ്മുടെ കെമിസ്ട്രിയിൽ ഏറ്റവും നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആറ്റത്തിലെ ഷെൽസിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ആറ്റത്തിലുള്ള ഷെൽസിലെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അപ്പം നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ആറ്റത്തിന്റെ സ്ട്രക്ചറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പം ആറ്റത്തിന്റെ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൺഫേം ചെയ്യാൻ വേണ്ടി പല കാലഘട്ടങ്ങളിൽ പല സയന്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ, അതുപോലെ റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, പിന്നെ ബോർ വന്നു. പിന്നെ നമ്മൾ ഇപ്പം ഫോളോ ചെയ്യുന്ന ഒരു മോഡലുണ്ട്. ആ ഒരു മോഡൽ ഏതാണ് എന്റെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ആറ്റത്തിന്റെ സെന്റർ ഉണ്ട്. ആ സെന്ററിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം ആറ്റത്തിന് എന്തുണ്ട്? ഒരു സെന്റർ ഉണ്ട്. ആ സെന്റർ പാർട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനകത്തുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും ആണ്. ഓക്കെ, ന്യൂട്രോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂട്രൽ ചാർജ് ഉള്ളവയും, അതുപോലെ പ്രോട്ടോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് പോസിറ്റീവ് ചാർജ് ഉള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. അപ്പം ആറ്റത്തിന്റെ സെന്ററിലുള്ള ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയുണ്ട്? ന്യൂട്രോണും ഉണ്ട്, പ്രോട്ടോണും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ആസ് എ ഹോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് കേട്ടോ. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. കാരണം എന്താ? ന്യൂട്രോൺസിന് ചാർജ് ഇല്ല അല്ലെ, ന്യൂട്രൽ ആണ്. അതുപോലെ പ്രോട്ടോൺസിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഫിക്സഡ് പാത്ത് ഉണ്ടെന്നാണ് ആര് പറഞ്ഞത്? ബോർ മോഡൽ ഓഫ് ആറ്റം പറഞ്ഞത്. ഓക്കെ, ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഫിക്സഡ് പാത്തുകളുണ്ട്. ആ ഒരു ഫിക്സഡ് പാത്തിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ്. ഓക്കെ, ആ ഒരു ഫിക്സഡ് പാത്തിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഓർബിറ്റിൽ കൂടെയാണ് എന്ത് റിവോൾവ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് എന്നാണ് ബോറിന്റെ മോഡൽ അവകാശപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ബോറിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ. ഈ ഒരു സെന്റർ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ്ലി ചാർജ് ആണ്. ഇതിന് ചുറ്റും എന്തുണ്ട്? ഫിക്സഡ് പാത്തുകളുണ്ട്. ആ ഫിക്സഡ് പാത്തുകളിൽ കൂടെയാണ് എന്ത് റിവോൾവ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് അല്ലെ. ഇലക്ട്രോൺസ് എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണ്. ഈ നെഗറ്റീവ്ലി ചാർജ് ഉള്ള ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഫിക്സഡ് പാത്തുകളിൽ കൂടെ എന്ത് ചെയ്യുന്നത്? റിവോൾവ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഫിക്സഡ് പാത്തുകൾക്ക് എന്തുണ്ട്? ഓരോ പേരുകളുണ്ട്. ഓക്കെ, ആ പേരുകൾ അല്ലെങ്കിൽ ഫിക്സഡ് പാത്തുകൾ നമ്മൾ വിളിക്കുന്ന രണ്ട് പേരുകളാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറഞ്ഞാൽ. ഷെല്ലിനെ നമ്മൾ KLMN എക്സെട്ര. ഓക്കെ, KLMN എന്നോ ഇല്ലെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതാണ് സെന്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് സെന്റർ ന്യൂക്ലിയസ്. സെന്റർ ന്യൂക്ലിയസിന് തൊട്ടടുത്തുള്ള ഷെല്ലാണ് എന്തെന്ന് പറഞ്ഞാൽ K ഷെൽ എന്ന് പറഞ്ഞാൽ. അതിനടുത്തുള്ള ഷെല്ലാണ് എന്ന് പറഞ്ഞാൽ L ഷെൽ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടുള്ള ഷെല്ലാണ് M ഷെല്ല്, N ഷെല്ല്, അങ്ങനെ അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അപ്പം ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പം സെന്ററിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അതിന് ചുറ്റും ഫിക്സഡ് പാത്തുകളുണ്ട്. ആ ഫിക്സഡ് പാത്തുകളെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറഞ്ഞാൽ. അതുപോലെ ഈ ഒരു പേരുകൾ, ഓക്കെ, ആ ഒരു ഷെല്ലുകളുടെ പേരുകളാണ് KLMN അല്ലെങ്കിൽ 1 2 3 4. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ബോറിന്റെ ആറ്റം മോഡൽ എന്ന് പറഞ്ഞാൽ. അടുത്ത നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഷെല്ലാണ്, അതായത് ഷെല്ലുകളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റിന് മറ്റൊരു പേരുണ്ട്. എന്താണ്? എനർജി ലെവൽ. ഓക്കെ, എനർജി ലെവൽ എന്നും എന്തറിയപ്പെടാറുണ്ട്? ഷെല്ലുകൾ അറിയപ്പെടാറുണ്ട്. ഈ എനർജി ലെവലിന് വരാനായിട്ട് കാര്യം ഓരോ ഷെല്ലുകൾക്കും എന്താണ്? ഓരോ എനർജിയാണ്. ഓക്കെ, ഓരോ ഷെല്ലുകൾക്കും എന്താണ്? ഓരോ എനർജിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഷെല്ലുകളെയും, ഓക്കെ, ഓരോരോ ഷെല്ലുകളെയും നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? എനർജി ലെവലുകൾ എന്ന് വിളിക്കുന്നു. അതായത് K ഷെല്ലിനുള്ള എനർജി അല്ല L ഷെല്ലിന്, L ഷെല്ലിനുള്ള എനർജി അല്ല M ഷെല്ലിന്. അപ്പോൾ ഓരോ ഷെല്ലുകൾക്കും ഓരോ എനർജിയാണ്. അതുകൊണ്ട് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ അല്ലെങ്കിൽ എന്തെന്നും അറിയപ്പെടാറുണ്ട്? എനർജി ലെവലുകളും അറിയപ്പെടാറുണ്ട്. അതാണ് each shell have a definite amount of energy, so they are also called as energy levels. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയസിൽ നിന്നുള്ള ദൂരം കൂടുന്നതനുസരിച്ച് എന്തും കൂടുന്നു? ഈ ഷെല്ലുകളുടെ എനർജിയും കൂടുന്നു. അതായത് ന്യൂക്ലിയസിനോട് അടുത്ത് വരുന്ന ഷെല്ലാണ് എന്തെന്ന് പറഞ്ഞാൽ K ഷെൽ അല്ലെ, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലെ. ന്യൂക്ലിയസിനോട് അടുത്ത് വരുന്ന ഷെല്ലാണ് എന്തെന്ന് പറഞ്ഞാൽ K ഷെൽ. അത് കഴിഞ്ഞിട്ടുള്ള ഷെല്ലാണ് എന്തെന്ന് പറഞ്ഞാൽ M ഷെൽ. അപ്പം ഇവിടെ സംബന്ധിച്ചിടത്തോളം ന്യൂക്ലിയസിൽ നിന്നുള്ള ദൂരം കൂടുന്തോറും, ഓക്കെ, ന്യൂക്ലിയസിൽ നിന്നുള്ള ദൂരം കൂടുന്തോറും എന്തും കൂടുന്നു? അവയുടെ എനർജി കൂടുന്നു. അതായത് N ഷെല്ലിനായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനർജി M ഷെല്ലിനേക്കാളും. അപ്പൊ ഏറ്റവും ലീസ്റ്റ് എനർജി ആർക്കായിരിക്കും? K ഷെല്ലിനായിരിക്കും. ഓക്കെ, K ഷെല്ലിനായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് എനർജി എന്ന് പറഞ്ഞാൽ. അപ്പം ഡിസ്റ്റൻസ് കൂടുന്തോറും എന്ത് കൂടുന്നു? അവയുടെ എനർജിയും കൂടുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഓർത്ത് വെക്കാനായിട്ട്
നമ്മൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും പറയും പഠിക്ക് 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 ആ ഒരു രീതി പറയും അല്ലേ. അപ്പം നമ്മൾ പക്ഷെ പുറത്തോട്ട് ഇറങ്ങുന്തോറും ഓക്കെ അവരുടെ ആ ഒരു ബൗണ്ടറിയിൽ നിന്ന് ഇറങ്ങുന്തോറും എന്തുകൊണ്ട് നമുക്ക് ഫ്രീഡം കൂടി വരുന്നു അല്ലേ. അങ്ങനെ ആ ഒരു രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം ന്യൂക്ലിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് സെന്റർ ആണ്. ആ സെന്ററിൽ നിന്നുള്ള ദൂരം കൂടുന്തോറും എന്ത് കൂടി വരുന്നു, എനർജി കൂടി വരുന്നു. ഷെല്ലുകളുടെ എനർജി, അതായത് ഷെല്ലിനകത്ത് എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പൊ ഇലക്ട്രോൺസുകളുടെ എനർജി എന്ത് ചെയ്യുന്നു, കൂടി വരുന്നു. ഓക്കെ, അതുപോലെ ഈ ഷെൽ കണ്ടെയ്ൻ എ ഡെഫിനിറ്റ് എമൗണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതായത് ഓരോ ഷെല്ലിനും എന്തുണ്ട്, ഒരു കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ഓരോ ഷെല്ലിനും ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിയിലുള്ള ഇലക്ട്രോൺസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യത്തുള്ളൂ. അതായത് കെ ഷെല്ലിന് ഒരു എനർജി ഉണ്ട്, അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. ആ ഒരു കപ്പാസിറ്റിയിലുള്ള ഇലക്ട്രോൺസിനെ മാത്രമേ ആര് അക്കോമഡേറ്റ് ചെയ്യത്തുള്ളൂ, കെ ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ എൽ ഷെല്ലിനും എന്തുണ്ട്, ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിയിലുള്ള ഇലക്ട്രോൺസിനെ മാത്രമേ ആര് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, ആ ഒരു എൽ ഷെല്ല് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓരോ എനർജി അല്ലെങ്കിൽ ഓരോ എനർജി ലെവൽ അല്ലെങ്കിൽ ഓരോ ഷെല്ലുകൾക്കും എന്തുണ്ട്, ഓരോ കപ്പാസിറ്റി ഉണ്ട്. അത്ര ഇലക്ട്രോൺസിനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ ഈ ഓരോ ഷെല്ലുകളിലും എത്രമാത്രം ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യുന്നത് എന്ന് അറിയാനായിട്ട് എന്തുണ്ട്, ഒരു ഫോർമുലയുണ്ട്. അതാണ് എന്ന് പറഞ്ഞാൽ 2n² എന്ന് പറഞ്ഞാൽ കേട്ടോ. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കെ ഷെല്ലിൽ നിന്നൊക്കെ നമ്മൾ പേരിട്ടായിരുന്നു അല്ലേ. കെ ഷെൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഷെല്ല്, അല്ലെങ്കിൽ എൽ ഷെൽ എന്ന് പറയുമ്പോഴത്തേക്ക് സെക്കൻഡ് ഷെല്ല്, അങ്ങനെ നമ്മൾ പേരിട്ടായിരുന്നു. ഓക്കെ, അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെ ഷെൽ. ഓക്കെ, കെ ഷെൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഫസ്റ്റ് ഷെല്ലാണ് അല്ലേ. അപ്പം ഇവിടെ ഉള്ള എന്നിന്റെ വാല്യൂ, ഓക്കെ, എന്നിന്റെ വാല്യൂ എത്ര വരും, 1 വരും. ഓക്കെ, കെ ഷെൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നിന്റെ വാല്യൂ എന്ത് വരും, 1 വരും. അപ്പൊ നോക്കുക എത്രമാത്രം ഇലക്ട്രോൺസ് ആണ് കെ ഷെല്ലിൽ, എത്രമാത്രം ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് that can be accommodated in the K shell is equal to 2n² എന്ന് നമുക്ക് ഫോർമുല എഴുതാം. 2 into 1 square, 2 into 1 square, 1 square എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. അപ്പോൾ 2 into 1 is equal to എത്ര വരും, 2 ഇലക്ട്രോൺസ് ഉണ്ടോ. അപ്പം കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ, 2 ഇലക്ട്രോൺസിനെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ എൽ ഷെല്ലാണെങ്കിൽ എന്നിന്റെ വാല്യൂ 2 വരും. അതുപോലെ എം ഷെല്ലാണെങ്കിൽ എന്താണ്, എന്നിന്റെ വാല്യൂ 3 വരും. ഇത് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ പറയാം. ഇപ്പം നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഷെല്ലിനെ കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞ് എന്തുണ്ട്, സബ് ഷെല്ലുണ്ട്, പിന്നെ ഓർബിറ്റൽസ് ഉണ്ട്. അത് നമ്മൾ അടുത്തടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ആ ഒരു അതിനകത്തുള്ളൊരു കൺസെപ്റ്റ് ആണ്, ക്വാണ്ടം നമ്പേഴ്സ് ഉള്ള ഒരു കൺസെപ്റ്റ് ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആക്ച്വലി ഷെല്ലിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഷെല്ലിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് അതിന്റെ വാല്യൂ ആണെന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ കെ ഷെല്ലായിരിക്കും, എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ ഏതായിരിക്കും, എൽ ഷെല്ലായിരിക്കും. അപ്പം ഈ എന്നിന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് എത്ര ഇലക്ട്രോൺസ് ആണ് ഒരു ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഷെല്ലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഓരോ ഷെല്ലുകൾക്ക് ഓരോ കപ്പാസിറ്റി നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഒരു ഫോർമുല ഉപയോഗിച്ച് എങ്ങനെയാണ് ഓരോ ഷെല്ലിലും എത്രമാത്രം ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിന്റെ കണക്കുകളാണ്. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, എം ഷെല്ലിൽ 18 ഇലക്ട്രോൺസ്, എൻ ഷെല്ലിൽ 32 ഇലക്ട്രോൺസ്. അപ്പം ഷെല്ലുകളിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്, പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. അപ്പം ഷെല്ല്, ഓക്കെ, ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ് ഇല്ലെങ്കിൽ എനർജി ലെവൽ, ഈ ഒരു പേരുകളിൽ എത്രമാത്രം ഇലക്ട്രോൺസ് ആണ് അതിന്റെ ഓർഡർ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്, 2, 8, 18, 32. ഇത് കഴിഞ്ഞിട്ട് ഷെല്ലുകൾക്കകത്ത് എന്തുണ്ട്, സബ് ഷെല്ലുണ്ട്, അതിന് വേറൊരു ഓർഡർ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ ആ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 18, എൻ ഷെല്ലിൽ 32. ഓക്കെ, അപ്പം ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഇലക്ട്രോൺസിനെ, അതായത് നമുക്കറിയാലേ പീരിയോഡിക് ടേബിളിൽ ഒരുപാട് എലമെന്റുകളുണ്ട്, ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം. അപ്പം ഇവരുടെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ വന്നിരിക്കുന്നത് എന്താണ്, 1 ആണ്. ഓക്കെ, ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ വന്നിരിക്കുന്നത് 1 ആണ്. അപ്പം ആ ഒരു 1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു ഇലക്ട്രോൺ മാത്രമേ ഹൈഡ്രജൻ ഉള്ളൂ. ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം ഏത് ഷെല്ലിലോട്ട് പോകും, കെ ഷെല്ലിലോട്ട് പോകും. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് കോൺഫിഗറേഷൻ എഴുതാം. ഒന്നെങ്കിൽ K1 എന്ന് എഴുതാം, ഇല്ലെങ്കിൽ എന്താണ് 1, സിംപ്ലി 1 എന്ന് എഴുതാം. ഓക്കെ, അടുത്തത് ഹീലിയം ആണ്. ഹൈഡ്രജൻ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ എലമെന്റ് ആണ് ഹീലിയം എന്ന് പറഞ്ഞാൽ. ഹീലിയം എന്ന് പറയുമ്പോഴത്തേക്ക് അറ്റോമിക് നമ്പർ 2 ആണ്. അതായത് 2 ഇലക്ട്രോൺസ് ഉണ്ട്, 2 പ്രോട്ടോൺസും ഉണ്ട്, 2 ഇലക്ട്രോൺസും ഉണ്ട്. അപ്പൊ 2 ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് തന്നെ K2 എന്ന് എഴുതാം. ഓക്കെ, K2 എന്ന് എഴുതാം. കാരണം കെ ഷെല്ലിൽ എത്രയാണ് കപ്പാസിറ്റി, 2 ആണ്. അപ്പൊ 2 ഇലക്ട്രോൺസ് ഉണ്ട്, കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ സിംപ്ലി 2 എന്ന് എഴുതാറുണ്ട് കേട്ടോ. അതുപോലെ ലിത്തിയം എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ എന്താണ്, 3 ആണ്. അറ്റോമിക് നമ്പർ 3 ആണ് വരുന്നത്. അപ്പം ഇവിടെ എന്താണ് K2. ഓക്കെ,
2 ഇലക്ട്രോൺസ് കെ ഷെല്ലിൽ കഴിഞ്ഞു. പക്ഷെ എന്തുണ്ട്, ലിഥിയത്തിന് ഒരു ഇലക്ട്രോണും കൂടെ ഉണ്ട്. അപ്പം കെ ഷെല്ല് കഴിഞ്ഞ അടുത്ത ഷെല്ല് ഏതാണ്? എൽ ഷെല്ലാണ്. അടുത്ത ഷെല്ലിലേക്ക് പോകുന്നു L1. ഓക്കെ, L1ലേക്ക് പോകുന്നു. അപ്പം L1, അപ്പം ലിഥിയത്തിന്റെ കണ്ടോ Li3K2 L1, ഇല്ലെങ്കിൽ സിംപ്ലി 21 എന്ന് നമുക്ക് എഴുതാം. അതുപോലെ ബെറിലിയം എന്ന് പറയുമ്പോഴത്തേക്ക് 4 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. അത് 4 പ്രോട്ടോണുകളും 4 ഇലക്ട്രോണുകളും ഉണ്ട്. K2L2 ഇല്ലെങ്കിൽ 22 എന്ന് എഴുതാം. അടുത്ത എന്താണ്? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ ആണ് അടുത്തത് വരുന്നത്. അറ്റോമിക് നമ്പർ 5 ആണ് വരുന്നത്. അതിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അതുപോലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നതും 5 തന്നെയാണ്. ആറ്റം അല്ലേ, ആറ്റം ആകുമ്പോഴത്തേക്ക് പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആറ്റത്തിലാണ് കേട്ടോ. അയോൺസിൽ ഒരിക്കലും പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം സെയിം ആയിട്ട് വരത്തില്ല. ആറ്റത്തിൽ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം സെയിം ആയിരിക്കും വരുന്നത്. അപ്പം ബോറോൺ ആണ് നമ്മൾ പറഞ്ഞത്. ബോറോൺ എന്ന് പറയുമ്പോഴത്തേക്ക് 5 ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പൊ എങ്ങനെ വരും? K2L3 എന്ന് വരും. ഓക്കെ, K2L3 എന്ന് വരും. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 2,3 എന്ന് എഴുതാം ബോറോണിന്റെ കേസ്. അങ്ങനെ നമുക്ക് എഴുതാം, കോൺഫിഗറേഷൻ എഴുതി വരാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആർഗൺ. ഓക്കെ, ആർഗൺ എന്ന് പറയുമ്പോൾ എത്രയാണ് കോൺഫിഗറേഷൻ? അറ്റോമിക് നമ്പർ 18 ആണ് വരുന്നത്. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് K2L8M8 എന്നാണ് വരുന്നത്. ഓക്കെ, K2L8M8 എന്നാണ് വരുന്നത്. ആർഗൺ വരെ ഓക്കെ ആണ്. പിന്നെ അപ്പം എമ്മിന്റെ കപ്പാസിറ്റി എത്രയാണ്? 18 ആണ് അല്ലേ? അപ്പം ആർഗൺ കഴിഞ്ഞിട്ട് വരുന്ന എലമെന്റ് ആണെന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ ഓക്കെ, പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 ആണ് വരുന്നത്. പക്ഷെ അതിന്റെ ഷെൽ കോൺഫിഗറേഷനിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. K2L8M8N1 എന്നാണ് കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച്, എം ഷെല്ലിൽ 18 അല്ലേ, പിന്നെന്തുകൊണ്ടാണ് 8 വന്നിട്ട് ഒരെണ്ണം അങ്ങോട്ട് പോയത്, എൻ ഷെല്ലിലോട്ട് പോയത്? ഓക്കെ, അതിനൊരു റീസൺ ഉണ്ട്. അത് ഞാൻ ഷെല്ല്, ഓക്കെ, അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സബ് ഷെല്ല് ഉള്ളത് കൊണ്ടാണ് അതിന്റെ എനർജി ഓർഡറിന് ഒരു വ്യത്യാസം ഉള്ളത്. അപ്പോൾ അത് ആ ഒരു റീസൺ കൊണ്ടാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്, പൊട്ടാസ്യത്തിന്റെ കോൺഫിഗറേഷൻ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം K2L8M8N1 ആണ് പൊട്ടാസ്യത്തിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. അത് അടുത്ത കാൽഷ്യം വരുമ്പോഴത്തേക്ക് K2L8M8N2 എന്ന് വരും. ഓക്കെ, അപ്പം ഈ ഷെല്ലുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? സബ് ഷെല്ലുണ്ട്. അപ്പൊ സബ് ഷെല്ലിന്റെ വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഷെല്ലിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ വേറൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. നമ്മുടെ KS മെന്ററിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് ഇപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ പ്രസന്റ് മോഡൽ ഓഫ് ആറ്റം എന്ത് ചെയ്യണം, നിങ്ങളെല്ലാം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രസന്റ് മോഡൽ ഓഫ് ആറ്റം ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യുക. പിന്നെ നമ്മളിവിടെ കണ്ടായിരുന്നല്ലേ, പൊട്ടാസ്യത്തിന് ഒരു ചെറിയൊരു വ്യത്യാസം വന്നു. നമ്മൾ വിചാരിച്ച ഒരു കോൺഫിഗറേഷൻ അല്ല അവിടെ വന്നല്ലേ. അപ്പോൾ അങ്ങനെ ഒരു എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ആണ് അത് നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സബ് ഷെല്ലിന്റെ കാര്യങ്ങളാണ്. ഓക്കെ, സബ് ഷെല്ലിന് ഒരു എനർജി ഓർഡർ ഉണ്ട്, അതിനൊരു എനർജിയും കാര്യങ്ങളും ഉണ്ട്, അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. ആ സബ് ഷെല്ല് ഉള്ളത് കൊണ്ടാണ് ആക്ച്വലി പൊട്ടാസ്യത്തിന്റെ അതുപോലെ കാൽഷ്യത്തിന് ഇനി വരുന്ന എലമെന്റുകളൊക്കെ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു വ്യത്യാസം വന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ക്ലാസ് ഇത്രയും നേരം നിങ്ങൾ ശ്രദ്ധിച്ചതിന് താങ്ക് യു.